നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, നിങ്ങളിതിൽ സംതൃപ്തമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ഒരു ജനറൽ റീഡിങ്സുകൾ എന്ന് പറയുന്നതെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇതിനകത്ത് എത്രത്തോളം നിങ്ങൾ വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങളിത് കേൾക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങളിലേക്ക് ഇതിനകത്ത് പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നതായിരിക്കാം. നിങ്ങൾക്കതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുന്നതായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും ഹീലായി പോകേണ്ടത്, നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട സിറ്റുവേഷൻസിനെ, നിങ്ങളുടെ സോളിൽ നിന്ന് ഹീലാക്കി കളയേണ്ടതായ കാര്യങ്ങളെയും വ്യക്തമായി നമ്മൾക്ക് എനർജിയിൽ കിട്ടുകയും നിങ്ങൾ പോലും അറിയാതെ അത് നിങ്ങൾ കേൾക്കുന്നതോടുകൂടി നിങ്ങളിൽ നിന്ന് ഹീലായി പോവുകയും നിങ്ങൾ വളരെ നല്ല ശക്തമായ നല്ലൊരു എനർജറ്റിക്കായ നല്ല ബോൾഡായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീരാൻ പറ്റുകയും ചെയ്യുമെന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്കിത് പോസിറ്റീവായി തോന്നുന്നോ, എത്രത്തോളം പൂർണ്ണമായും സമർപ്പണ ബോധത്തോടെ കാണുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ഫലം ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങൾക്കിത് നെഗറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടൈമിൽ തന്നെ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. ആ ഒരു എനർജിയെ നിങ്ങൾ കണക്റ്റ് ചെയ്യരുത്. പിന്നെ നമ്മുടെ വീഡിയോസിൻ്റെ അവസാനം വീണ്ടും ഞാൻ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. മണി അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ബ്ലോക്കേജിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റുകയും നിങ്ങളിലേക്ക് പണം അട്രാക്റ്റഡ് ആവുകയും ചെയ്യും. പല മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സാധിക്കും. അതും എത്രത്തോളം വിശ്വാസത്തോടു കൂടി ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഫലം കിട്ടും. അതുപോലെ തന്നെ വരാഹി മന്ത്രം എന്നത് നമ്മളുടെ നേരെ വരുന്ന നെഗറ്റീവ് എനർജികളെയും അതുപോലെ മറ്റുള്ളവരുടെ ദുഷ്ടത നിറഞ്ഞ വാക്കുകളെയും പ്രവൃത്തികളെയും എല്ലാം ഹീലാക്കി കളയുന്ന ഒന്നാണെന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക. അതുകൂടാതെ തന്നെ കാര്യസിദ്ധിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ എത്രത്തോളം ആഗ്രഹത്തോടു കൂടി അത് പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളം അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. പിന്നെ മറ്റൊരു കാര്യവും കൂടി പറയാം, ഈ വരാഹി മന്ത്രം ഞാൻ ഇട്ടിരിക്കുന്നത് 308 തവണ ഡെയിലി നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പെട്ടെന്നായിരിക്കും നിങ്ങൾക്കതിൻ്റെ ആ ഒരു ഫലം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. 308 തവണ അത് വല്ലാത്ത ഒരു എനർജി ആയിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതൊക്കെ ക്ഷമയോടുകൂടി ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഞാൻ ഒരു കാര്യം നേടുമെന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ. അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 6 ഓഫ് വാൻഡ്സ് ആണ് കേട്ടോ. ലൈഫിലേക്ക് ഒരു ഫൈറ്റിംഗ് എനർജിയിൽ നിന്ന്, കാരണം നിങ്ങൾ കുറച്ച് നാളായിട്ട് നിങ്ങളുടെ കരിയർപരമായ സിറ്റുവേഷൻസിൽ വളരെയധികം ഒരു ഫയർ എനർജിയിൽ ഫയറിങ് മൈൻഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫൈറ്റിംഗ് ആയിരുന്നു. ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ടായിരുന്നു. തൊടുന്നതെല്ലാം പ്രശ്നങ്ങൾ, അതുപോലെ കോമ്പറ്റീഷൻ, നിങ്ങളോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് നിങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന് നിങ്ങളോട് മത്സരിച്ചു കൊണ്ടിരുന്ന ചില വ്യക്തികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കോൺഫ്ലിക്റ്റ്, ചിലപ്പോൾ ഈ ഫാമിലിക്കുള്ളിലാണേലും പാർട്ട്നേഴ്സിൻ്റെ ഇടയിലാണേലും ഒക്കെ എപ്പോഴും കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളെയും നേരിട്ടുകൊണ്ടിരുന്നു. അതായത് ഒരു ചെറിയ വിജയത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത്. കാരണം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ചെറിയൊരു സക്സസ്, നിങ്ങളുടെ ഒരു മാറ്റം മറ്റുള്ളവരെ ഒരു അസൂയപ്പെടുത്തുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് എന്തോ ഒരു നെഗറ്റീവ്, നിങ്ങൾ വലിയ ഒരു ഇതിലേക്ക് പോകുമോ എന്നുള്ള ആ ഒരു ഭയമാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ കാരണം നിങ്ങളുടെ ഒരു ചെറിയൊരു വിജയം മറ്റുള്ളവർക്ക് സംതൃപ്തിപ്പെട്ടില്ല, അവർക്ക് അതിനകത്ത് തൃപ്തി തോന്നിയില്ല എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ആ ഒരു കോൺഫ്ലിക്റ്റും ഫൈറ്റിംഗ് എനർജി, അതുപോലെ തന്നെ ആ ഒരു മത്സരത്തിൽ നിന്നെല്ലാം നിങ്ങൾക്കിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മാറുന്നു. കാരണം നിങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ട്, ഇതിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മറ്റുള്ളവരോട് ഫൈറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കുള്ളത് നമ്മളിലേക്ക് വന്നു ചേരും. അത് വരേണ്ട സമയത്തെന്നുള്ള ആ ഒരു സ്ട്രെങ്തായ ഒരു ചിന്ത, വളരെ പോസിറ്റീവായ ഒരു തോട്ട്സ് നിങ്ങളിൽ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ
നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളുടെ എനർജിയാണ് വരുന്നത് കേട്ടോ. ചിലപ്പോൾ ചക്ര മെഡിറ്റേഷൻസുകൾ ചെയ്യുന്നുണ്ടാവാം, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാവാം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന വ്യക്തികളാവാം. എന്തായാലും നിങ്ങൾക്ക് ആ എല്ലാ കാര്യത്തിലും ഒരു മാറ്റമാണ് വരുന്നത് കേട്ടോ. ഒരു ഹെൽത്ത്, അതുപോലെ ഹെൽത്ത് ഇഷ്യൂ മറ്റുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മാറ്റം വരുന്നു. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. കൂടാതെ തന്നെ തൊഴിൽപരമായിട്ടോ വിദ്യാഭ്യാസമായിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുന്നതിന് ഏറ്റവും നല്ല ഒരു സമയം, നിങ്ങൾക്ക് നല്ലൊരു ടൈമിംഗ് ആണ് ഇന്നത്തെ ദിവസമെന്നാണ് കാണുന്നത്. ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ മാർഗങ്ങളിൽ നിന്നും ഒരു ഗുഡ് ന്യൂസാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. വളരെയധികം നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഇന്ന് വരുന്നതായിട്ടും നമുക്ക് എനർജി കിട്ടുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു. എവിടേക്കോ നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്നെങ്കിൽ, ഫൈറ്റിംഗ് ആയിട്ടും അതുപോലെ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്തിരുന്നെങ്കിൽ ഒരു ബിഗ് ചേഞ്ചിങ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങൾ ഇനിയിപ്പം വലിയ ഉയർച്ചയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഒരു ചേഞ്ചിങ്, ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഒരു ചേഞ്ച് ഇന്ന് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കുക. അതല്ല വളരെ ബുദ്ധിമുട്ടി നിരാശയോടുകൂടി വിഷമത്തോടു കൂടിയാണ് നിങ്ങൾ നിന്നതെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഇന്ന് വരുന്നു എന്നാണ് കാണുന്നത്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ചേഞ്ചിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. ചില സിറ്റുവേഷൻസിൽ നമുക്ക് പോസിറ്റീവ് അല്ലാത്ത ചില കാര്യങ്ങളെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം മറികടക്കാൻ നിങ്ങൾക്ക് ഇന്നൊരു സ്ട്രെങ്ത് ഉണ്ട്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കാർഡ് നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ്റെയും പ്രാർത്ഥനയുടെയൊക്കെ ഗുണം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്നു എന്നതുകൊണ്ട് ആ ഒരു എനർജി നിങ്ങൾക്ക് എന്താണേലും കണക്റ്റഡായി നിൽക്കുന്നുണ്ട്. കരിയറിൽ തന്നെ നിങ്ങൾക്കതിനെ അതിജീവിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രയോറിറ്റി, ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു കാര്യത്തിലല്ലാതെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ആ ഒരു കൺഫ്യൂഷൻ മൈൻഡ് മാറുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുകയും ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു ബിഗ് ചേഞ്ചിങ് വരികയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ മാറ്റി ചെയ്യേണ്ടത്, എന്ത് കാര്യത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, ആ കാര്യം ഇന്ന് വ്യക്തമായും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. അതിനുള്ളൊരു ഇൻറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടി ഒരു ഗൈഡൻസ് നൽകുന്നുണ്ട് കേട്ടോ. രണ്ട് സിറ്റുവേഷൻസിൽ നിങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഏത് വേണം ഏത് ഉപേക്ഷിക്കണം എന്നുള്ള അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ മാറ്റം വരുന്നുണ്ട്. 10 ഓഫ് കപ്സ് റിവേഴ്സാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഫാമിലിക്കുള്ളിൽ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ ഒരു തർക്കം, ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് എനർജി, വ്യക്തമായി നിങ്ങൾക്ക് നല്ലൊരു ചീറ്റിംഗ് എനർജി ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അത് നിങ്ങളൊരിച്ചിരി കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതായത് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ചില പ്രശ്നങ്ങളാവാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു മത്സരം തോന്നിയതാവാം. അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും നിങ്ങൾ ഇമോഷണലി ഒരു ചീറ്റിംഗ് എനർജി വരുന്നു. അതിന് നിങ്ങൾ നല്ലപോലെ ഫൈറ്റിംഗ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ആ ഒരു സ്നേഹം മുറിഞ്ഞു പോകുന്നു. പ്രതീക്ഷിക്കാത്ത രീതിയിലെ ചില ഇൻസിഡൻറ്റ് ഇന്ന് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കി പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് സൈലൻ്റായി നിൽക്കുക കേട്ടോ. ഇന്നൊരു ദിവസത്തേക്ക് ജസ്റ്റ് ഒന്ന് സൈലൻ്റായിട്ട് നിൽക്കുക. ആ ഒരു പ്രശ്നത്തിനെ വഷളാക്കണ്ട. അത് വളരെയധികം ഒരു മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ ചില നഷ്ടങ്ങളിലേക്ക് എത്തിപ്പെടും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇന്ന് നിങ്ങളുടെ ഇമോഷണലി ഏത് ബന്ധങ്ങളിലാണെങ്കിലും എന്തെങ്കിലും ഒരു ചീറ്റിംഗ് എനർജി മനസ്സിലാക്കുകയോ അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എടുത്ത് ചാടരുത്. ഇന്നൊരു ദിവസത്തേക്ക് ഒന്ന് കൺട്രോളിൽ നിൽക്കുക. അതിൻ്റെ ടൈം ആകുമ്പം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒരു വലിയ ഒരു ഇമോഷണലി പെയിനിനെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും കേട്ടോ. 7 ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. പ്രതീക്ഷയുള്ളൊരു ദിവസമാണ്, പക്ഷേ സ്ട്രഗിളിങ് ചെയ്യേണ്ട ദിവസമാണ്. നാളേക്ക് വേണ്ട ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് മുമ്പിലുണ്ട്. കുറച്ച് അവസരങ്ങൾ ലൈഫിലേക്ക് വരുന്നുണ്ട്, പക്ഷേ നല്ല പോലെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു എന്നാണ് കാണുന്നത്. നമ്മൾക്ക് ആ ഒരു നിങ്ങൾ എത്രത്തോളം ഫോക്കസിങ് ചെയ്യുന്നു ഇന്നത്തെ ദിവസം നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ എത്രത്തോളം ഫോക്കസിങ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് മാറ്റങ്ങൾ യൂണിവേഴ്സ് ഇന്ന് നൽകും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു
ഫോക്കസിങ് എനർജിയാണ് കേട്ടോ. ഒരു സ്പിരിച്വൽ കണക്ഷൻസും ഒരു ഇൻസ്പിറേഷനൊക്കെ ഉള്ള ദിവസം, പുതിയ ഐഡിയാസൊക്കെ മനസ്സിൽ തോന്നുന്ന അങ്ങനെ വളരെ നല്ലൊരു എനർജി വരുന്നുണ്ട്. അപ്പോൾ ഫോക്കസിങ് ചെയ്യുക എന്ന് പറയാനുള്ള കാരണം, ഇല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കും. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കാതിരിക്കണമെങ്കിൽ മറ്റാരെങ്കിലും ഏൽപ്പിക്കുക എന്ന പരിപാടി ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ച് നിങ്ങൾ തന്നെ അതിനകത്തേക്ക് സ്ട്രഗിളിങ് ചെയ്യാനാണ് പറയുന്നത്. ഫിനാൻസ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് സ്ട്രഗിളിങ് ചെയ്താൽ തീർച്ചയായിട്ടും അതിനകത്തൊരു മാറ്റം വരും. ഫോക്കസിങ് ചെയ്യുക, മറ്റുള്ളവരെ വിശ്വസിക്കുക എന്നതിന് അത് ഓക്കെയാണ്, വിശ്വസിക്കുക എന്നത് ഓക്കെയാണ്. പക്ഷേ നമ്മളുടേതായ ഒരു ശ്രദ്ധ കൊടുത്ത് അത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ലോസ് ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഏസ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഓവർ തിങ്കിങ് ആണ് കേട്ടോ. അതായത് രണ്ട് സിറ്റുവേഷൻസിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ, മുന്നോട്ടേക്ക് പോകണോ വേണ്ടയോ, അതുപോലെ ഏതാണ് വേണ്ടത്, ഏതാണ് ഒരു നെഗറ്റീവ് ഉണ്ടും പോസിറ്റീവും ഉണ്ട് കയ്യിൽ, അത് വ്യക്തമായിട്ട് അറിയാം. ഒരു സൈഡ് പോയാൽ ഇന്നതാണ് പ്രശ്നം, മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ ഇന്നതാണ് പ്രശ്നം എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം. പക്ഷേ ഒരു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സ്റ്റക്നെസ് അനുഭവിക്കുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു ഓവർ തിങ്കിങ് ഉണ്ട്. അതായത് ഒരു കോൺഫിഡൻസോട് കൂടി കാര്യത്തെ ചെയ്യാൻ പറ്റാതെ ഒരു ടെൻഷൻ, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്, അതോ ഇത് അവസാനിപ്പിക്കണോ, അതോ ഇത് മൂവിങ് ചെയ്യിപ്പിക്കണോ എന്നൊക്കെയുള്ള ഒരു തോട്ട്സ് ലൈഫിലൂടെ ഇന്നത്തെ ദിവസം വരുന്നുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാവാം നിങ്ങളുടെ ജീവിതത്തിൽ. അത് ഫിനാൻസ് പരമായി എന്തെങ്കിലും ഒരു കൊടുക്കൽ വാങ്ങലോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു കാര്യമാവാം. ആർക്കെങ്കിലും ഫിനാൻസ് പരമായിട്ട് ഒരു കൈമാറ്റം നടത്തേണ്ട ഒരു ദിവസമാണ് ഇന്നെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് വളരെയധികം ഒരു ഇമോഷണലി പെയിൻ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ട്സ്, സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് കേട്ടോ. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്കരികിൽ തന്നെ അതിന് വേണ്ട ഒരു സിറ്റുവേഷൻസ് ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടും. നിങ്ങൾക്കിന്നൊരു മാർഗം യൂണിവേഴ്സ് കാണിച്ചു തരും, 100% ഉറപ്പാണ്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നെങ്കിൽ, നെഗറ്റീവായ തോട്ട്സുകളോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തെ ഇന്ന് നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും കേട്ടോ. അതായത് നിങ്ങൾക്ക് അരികിൽ തന്നെ അതിനുള്ള മാർഗമുണ്ട് എന്ന ഒരു വ്യക്തമായ തെളിവ്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഓപ്പണായി കിട്ടുന്നു എന്നാണ് കാണിക്കുന്നത്. ഒരു അബണ്ടൻസും സമൃദ്ധിയും അതൊരു സന്തോഷവും നൽകുന്നതായിട്ടാണ് കാണുന്നത്. 7 ഓഫ് കപ്സ് ആണ് പിന്നെ വന്നിരിക്കുന്നത്. കുറേ പേർക്ക് ഇന്ന് ചോയ്സ് ഉണ്ട്. അത് കുറേ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഇമോഷണലി കുറച്ച് ചോയ്സ് വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഏത് സെലക്ട് ചെയ്യണം, ഏത് വേണ്ടാന്ന് വെക്കണം. പക്ഷേ നിങ്ങൾ ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്. ഇമോഷണലി പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഏജ്ഡ് ആയ പേഴ്സൻ്റെ ഒരു എനർജിയാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും സെലക്ട് ചെയ്യാതെ എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ള ആ ഒരു തീരുമാനത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നു. കാരണം ഒരു പക്വതയോട് കാര്യങ്ങളെ കാണേണ്ട ഒരു ഏജാണ്. ഒരു 40 above ഒക്കെ ആയ വ്യക്തികളെയാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് പക്വതയോടുകൂടി കാര്യങ്ങളെ കാണാം. ചിലപ്പോൾ ഫാമിലി, ചെറുമക്കൾ ഒക്കെ ഉള്ള സിറ്റുവേഷൻസിൽ നിൽക്കുന്ന വ്യക്തികളാവാം. നിങ്ങൾക്കാണ് ഇമോഷണലി ഒരു ചോയ്സുകൾ വന്ന് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ അതിനകത്ത് നിന്നൊന്നും സെലക്ട് ചെയ്ത് എന്നാൽ ഏതോ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുത്ത് നിൽപ്പുണ്ട്. എന്താണെങ്കിലും അത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് നൽകിയിരിക്കുന്ന ഒരു ബ്ലെസ്സിങ്സ് ആണ്. അത് നിങ്ങളുടെ ലൈഫിലൊരു ഗ്രോത്താണ്, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ട ഒരു സിറ്റുവേഷൻസ് ആണ് എന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും ആ ഒരു ചലഞ്ച്, ആ ഒരു വെല്ലുവിളിയിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്ന, നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്കതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യാം ഇന്നെന്നാണ് നമുക്ക് കാണുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു സ്നേഹബന്ധമോ അല്ലെങ്കിൽ ഒറ്റപ്പെടലിൽ ഒരു പാർട്ട്ണറോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഇമോഷണലി നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഒന്നിൽ കൂടുതൽ ചോയ്സിൽ നിങ്ങൾക്ക് ഏറ്റവും തൃപ്തിയായിട്ട് ഫീൽ ചെയ്യുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആ സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അത് നിങ്ങൾക്കൊരു ഗുഡ് ലക്കാണ്. അതൊരു ലക്കായ ഒരു കാര്യമാണ് നിങ്ങളിൽ വന്ന് നിൽക്കുന്നത്. അത് ഫ്യൂച്ചറിലേക്ക്, നിങ്ങളുടെ ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളെ സൃഷ്ടിച്ച് തരും കേട്ടോ. 2 ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. കൺഫ്യൂഷൻ, സ്റ്റക്നെസ് ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ചിന്തകൾ, സ്വയം സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ. വളരെ സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്, ഏത് സിറ്റുവേഷൻസിനെ അതിജീവിക്കാനൊക്കെ പറ്റും പുറമെ. പക്ഷേ ഉള്ളുകൊണ്ട്
വെറും ദുർബലരായ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നിൽക്കുന്നതാണ് കാണുന്നത് കേട്ടോ. പുറമേയൊക്കെ നല്ല സ്ട്രെങ്ത് ആയിട്ട് എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ നേരിടും, ഞാൻ വലിയ ഒരു പവറുള്ള വ്യക്തിയാണ്, അതുപോലെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട്, സക്സസ് ആയി വരുന്ന വ്യക്തിയാണ്, നല്ല സ്കിൽസ് ഉള്ള പേഴ്സണാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മൈൻഡ് പെട്ടെന്ന് കോൺഫ്ലിക്റ്റ് ആയി പോകും, കൺഫ്യൂഷൻ വരും, പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന ഒരു സാഹചര്യം. അതായത് ചുമ്മാ ആവശ്യമില്ലാത്ത ചിന്തകൾ വരുത്തും. അതായത് പോസിറ്റീവ് വരുമ്പോൾ അതിനൊപ്പം തന്നെ നെഗറ്റീവിനെയും കൂടി ചിന്തിക്കും. ഇപ്പോൾ ചിലർ പറയുന്ന പോലെ ഇന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അപകടം ഉണ്ടാവുമോ എന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറില്ലേ, ആ ഒരു സിറ്റുവേഷൻസ് ഇന്ന് ഓവറായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് ഫാമിലിയെ സംബന്ധിച്ച് ഫാമിലിക്കുള്ളിൽ ഒരു ഫിനാൻസ് സംബന്ധമായ കാര്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ആവശ്യമില്ലാതെ ചിന്തിച്ച് അത് വഷളാക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾക്കത് പോസിറ്റീവായൊരു സാഹചര്യത്തിലാണ് എത്തുന്നത് കേട്ടോ. ആവശ്യമില്ലാത്ത ചിന്തകളെ എടുത്ത് കളയുക, അതായത് നെഗറ്റീവ് തോട്ട്സിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും പോസിറ്റീവേ വരുവുള്ളൂ. പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കുറച്ചധികം ഹാർഡ് വർക്ക് ചെയ്യണം. ഇമോഷണലി ഒരു സ്ട്രെങ്ത് കിട്ടാനായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. മൈൻഡിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളൊന്ന് ഫോക്കസിങ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഇന്നത്തെ ദിവസം ഒന്ന് ഫോക്കസിങ്ങിൻ്റെ ദിവസമാണിന്ന്. നെഗറ്റീവായ തോട്ട്സുകൾ, പാസ്റ്റിലെ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് ഹീലാക്കി കളയാനുണ്ട് കേട്ടോ. പാസ്റ്റിലെ കുറേ കാര്യങ്ങളെ ഹീലാക്കി കളയുക. വളരെ സൂക്ഷിച്ച് തന്നെ മറ്റുള്ളവരോട് ഇന്നത്തെ ദിവസം ഒന്ന് ഇടപെടണം. മറ്റുള്ളവരുമായിട്ട് പെട്ടെന്ന് ഒരു കാര്യത്തിലും പെട്ടെന്ന് ചെന്ന് ഇടപെടേണ്ട. അത് പോസിറ്റീവായിട്ടാണേലും നെഗറ്റീവായിട്ടാണേലും എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യേണ്ട. ഒന്ന് സൂക്ഷിച്ച് നമ്മളോടൊരു സെൽഫ് റെസ്പെക്റ്റോടു കൂടി നിന്ന് ഇന്നത്തെ സിറ്റുവേഷൻസിനെല്ലാം ഒന്ന് കൺട്രോളിങ് ചെയ്യണം കേട്ടോ. കാരണം നെഗറ്റീവ് തോട്ട്സുകൾ, അതായത് അവരെന്തു പറയുന്നു ഇവരെന്തു പറയുന്നു എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ ഒന്ന് എടുത്തു കളയുക. അതല്ലെങ്കിൽ ഒരു ബ്ലൈൻഡായി അതൊരു കണ്ണ് കെട്ടിയ സിറ്റുവേഷൻസിൽ നിന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ആ സിറ്റുവേഷൻസിനെ അതിജീവിക്കുക. പാസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ ഹീലാക്കി കളയാനുണ്ട്. അത് തീർച്ചയായിട്ടും ഹീലാക്കി കളയാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക്, അതായത് മെഡിറ്റേഷൻസിനും പ്രെയറിനൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കണം കേട്ടോ. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. സമാധാനത്തോടുകൂടി കാര്യങ്ങളെ അതിജീവിക്കുന്നുണ്ട്. ചില കാർമിക് സിറ്റുവേഷൻസ്, അതായത് തേർഡ് പാർട്ടി പോലുള്ള കാർമിക് സിറ്റുവേഷൻസ്, അത് നമ്മുടെ കരിയറിലായിക്കോട്ടെ നമ്മുടെ ലൈഫിലൊരു എന്ത് കാര്യമായിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷൻസ് ഒന്ന് മൂവ് ഓൺ ചെയ്തു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു ട്രാവലിങ്, ചിലപ്പോൾ ഒരു വിദേശയാത്ര, ഒരു രാജ്യത്ത് നിന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു വിദേശയാത്ര, അങ്ങോട്ടാവാം ഇങ്ങോട്ടാവാം, അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് വരുന്നു. ഇമോഷണലി ഹാപ്പിനെസ് വരുന്നു. അതുപോലെ ഒരുപാട് ചോയ്സ് ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ടാണ് കാണുന്നത്. അതും വളരെ നല്ലൊരു എനർജി ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അതുപോലെ ഒരു ട്രാവലിംഗ്, വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാവാം. എന്താ ഹെയറോഫൻ്റ് ആണ് അവസാനം വന്നിരിക്കുന്നത്. നല്ലൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. വിവേകത്തോടു കൂടി കാര്യങ്ങളെ അതിജീവിക്കാൻ പറ്റുന്നൊരു ദിവസവും ഒരു സക്സസിൻ്റെ ദിവസം, ഒരു മെൻ്റൽ ക്ലാരിറ്റി, ഇൻ്റലക്ച്വലി പവർ, അതായത് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വളരെ പോസിറ്റീവായിട്ട് വരുന്ന ഒരു ഇൻറ്റ്യൂഷൻ്റെ ഒരു ദിവസമാണ്. വളരെയധികം ഇന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതനുസരിച്ച് ായിരിക്കാം നിങ്ങൾ ഇന്ന് ഓരോ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യുന്നതെന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പം നമുക്കിന്ന് ആർക്കേഞ്ചൽ മാലാഖയുടെ റാഫേലിൻ്റെയും സൈലൻസ്, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഒരിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, സൈലൻസ് ആയിട്ട് കാര്യങ്ങളെ ഡീല് ചെയ്യണം കേട്ടോ. ചില സ്ഥലത്ത് സൈലൻ്റ് ആയിട്ട് നിൽക്കണം, എടുത്ത് ചാടരുത് എന്നാണ് നമുക്ക് ആര് തന്നിരിക്കുന്നത്, യൂണിക്കോൺ നൽകിയിരിക്കുന്ന മെസ്സേജ്. അതുപോലെ ആർക്കേഞ്ചൽ റാഫേൽ നൽകിയിരിക്കുന്ന ഇതാണ് പറഞ്ഞിരിക്കുന്നത്, രോഗശാന്തിയുടെയും സമൃദ്ധിയുടെയും ചില പുതിയ ഗുണങ്ങൾ, പുതിയ അവസരങ്ങൾ ലൈഫിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വജ്രകോശം എന്നുള്ള ആ ഒരു മന്ത്രവും ഞാൻ ഇട്ടിട്ടുണ്ട്, മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. അത് എഴുതി വെച്ച് നിങ്ങൾ എപ്പോഴും പറയാൻ പറ്റുമെങ്കിൽ എപ്പോഴും 24 hours മണി അഫർമേഷൻസ് പറയുക കേട്ടോ. കാരണം മണി ബ്ലോക്ക് ആദ്യം മാറേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇത് റെസനേറ്റ് ആവുന്നു എന്ന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.